ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഉർവശി ലീഡായിട്ട് അഭിനയിക്കുന്ന എൽ ജഗദമ്മ 7ാം ക്ലാസ് B സ്റ്റേറ്റ് ഫസ്റ്റ്, ഒരു പാൻ പഞ്ചായത്ത് സിനിമ. ഇതാണ് സിനിമയുടെ പേരും ടാഗ് ലൈനും. ഉർവശിയുടെ ഹസ്ബൻഡ് ശിവാസ് ആണ് സംവിധാനവും രചനയും. ഉർവശി സിംഗിൾ ഹാൻഡഡ്ലി മുന്നോട്ട് കൊണ്ടുപോകുന്ന തോളിലേറ്റി കൊണ്ടുപോകുന്ന ചിത്രമാണ് ഈ വലിയ പേരുള്ള ചിത്രം. 2 മണിക്കൂർ, കഷ്ടിച്ച് 2 മണിക്കൂർ 2 മിനിറ്റോ അങ്ങനെ എന്തോ ഉള്ളൂ പടം. എങ്കിൽ പോലും വളരെ 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 പതുക്കെ പോകുന്നൊരു സിനിമയാണ്. അതായത് ഒരു ഡെവലപ്മെൻറ്റിൽ നിന്ന് വേറൊരു ഡെവലപ്മെൻറ്റിലേക്ക് പോകാൻ ഒരുപാട് സമയമെടുക്കുന്ന ഒരു കഥയും തിരക്കഥയുമാണ് ഇതിൻ്റെത്. പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കഥാ പശ്ചാത്തലവും കഥാരീതിയും ഒരു മെയിൻ ലീഡുമാണ് ഈ പടത്തിലുള്ളത്. അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഉർവശി ഈ സിനിമ മൊത്തം നടക്കുന്നത് ഒരു പഞ്ചായത്തിലാണ്. തിരുവനന്തപുരത്തെ കുറച്ച് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടൊരു പഞ്ചായത്തിലാണ് ഈ കഥ മുഴുവൻ നടക്കുന്നത്. ഉർവശിയുടെ കഥാപാത്രം ജഗദമ്മ സിനിമ തുടങ്ങുമ്പോൾ ഒരു സാധാരണ ഒരു സിംഗിൾ വുമണാണ്, ഒരു ബിസിനസ് വുമണാണ്. അതായത് പലിശയ്ക്കൊക്കെ പൈസ കൊടുക്കുന്ന ഒരു ലോൺ ഷാക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ പച്ചമലയാളത്തിൽ അല്ലെങ്കിൽ പൊതുവെ കേരളത്തിൽ പറയുന്ന ബ്ലേഡ് എന്നൊക്കെ പറയുന്ന കണക്കുള്ളൊരു രീതിയിലാണ് കഥ തുടങ്ങുന്നത്. പിന്നെ തുടക്കം ഉർവശിയുടെ കുറച്ച് ഓവർ ആക്ടിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് വെറുപ്പിക്കലാണ്. എങ്കിലും ഉർവശിയുടെ ഫ്ലാഷ് ബാക്ക് അവസാനം വരുമ്പോഴും ഉർവശിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു, കഥാപാത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ജഗദമ്മ എന്തുകൊണ്ട് ഇങ്ങനെയായി, ആ ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾക്ക് കുറച്ച് നല്ലതായിരുന്നു. പിന്നെ ഉർവശിയെ കൂടാതെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, കലേഷ് എന്നിവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ പോലെയാണ് കാണിക്കുന്നത്. കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നില്ലെങ്കിലും ഒബ്വിയസ്ലി അത് ലെഫ്റ്റ് പാർട്ടിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഓരോരോ മലയാള വാക്കുകൾ കൊണ്ട് ഉള്ളൊരു കളിയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ രസമായിരുന്നു കാണാൻ. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ തമാശകളും ചെറിയ ചെറിയ രസകരമായ മുഹൂർത്തങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പടം തന്നെയാണ്. പക്ഷേ ഒരു 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 ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം എന്ന രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ പാടാണ്. ഇതൊരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ TV-ലൊക്കെ വരുന്ന ഒരു സീരിയലോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ഇതൊരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം എന്ന രീതിയിൽ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ പോകുമ്പോൾ അതിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലല്ല സിനിമ പോകുന്നത്. വളരെയധികം എക്സ്പെക്റ്റേഷൻസോട് കൂടിയൊന്നും അല്ല പോയത്. എക്സ്പെക്റ്റേഷൻസ് ഏകദേശം ഇല്ലാതെ തന്നെയാണ് പോയത്. എങ്കിൽ പോലും ഈ സിനിമ ഡിസപ്പോയിൻറ്റിങ് ആണെന്ന് വേണം പറയാൻ. പിന്നെ ഉർവശി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉർവശിയുടെ ഓവർ ആക്ടിങ് പലപ്പോഴും ഉണ്ടെങ്കിലും ഉർവശിക്ക് മാത്രമേ ഭൂരിപക്ഷം ഈ റോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ആക്റ്റീവ് ആക്ട്രസിൻ്റെ ലിസ്റ്റിൽ നോക്കുവാണെങ്കിൽ ഉർവശിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന, ഉർവശിക്ക് മാത്രം പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമയുടെ തീം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ്. ഈ പടത്തിന് തുടക്കത്തിൽ സിംഗിൾ ഷോട്ടിലൂടെ അവർ അവതരിപ്പിക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലം, ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ മൊത്തത്തിലൊരു ഒത്തൊരുമയൊക്കെ അവർ ആദ്യമേ കാണിക്കുന്നുണ്ട്. ടെക്നിക്കലി ഈ പടം അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയൊന്നുമില്ല. വളരെ അമച്വറിഷ് രീതിയിലാണ് എടുത്തിരിക്കുന്നതായിട്ടാണ് തോന്നിയത്. കൂടുതൽ ആക്ടേഴ്സും അമച്വറിഷ് രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നതും. ഈ സിനിമയുടെ ഏറ്റവും വലിയ കുറവായിട്ട് എനിക്ക് തോന്നിയത് ഒരു മെയിൻ തീം അല്ലെങ്കിൽ ഒരു മെയിൻ ക്രക്സ് ഉള്ള പോലെ തോന്നിയില്ല. കാരണം പഞ്ചവടി പാലം കണക്കുള്ള ക്ലാസിക്സ്, ഈ ഗണത്തിൽപ്പെടുന്ന, ഈ ഫാമിലി ഓഫ് മൂവീസിൽ പെടുന്ന ക്ലാസിക്സിനെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനടുത്തെങ്ങും എത്തുന്നില്ല ഈ ചലച്ചിത്രം. കാരണം എനിക്ക് തോന്നിയത് നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യണമല്ലോ. അതായത് ആ ഒരു ഗ്രാമത്തെ പ്രശ്നങ്ങളുമായി അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യണമല്ലോ. അത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു തരത്തിലല്ല സിനിമയുടെ പോക്ക്. ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അതൊക്കെ സോൾവ് ചെയ്യാൻ നോക്കുന്നു. അവസാനം ഒരു വലിയ പ്രശ്നത്തിലേക്ക് വരുന്നു, എങ്കിലും അതും ഫിസിൽ ഔട്ട് ചെയ്ത് പോകുന്നു. ആ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ശരിയായില്ല. ഡയറക്ഷനായാലും അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു സംതൃപ്തി കിട്ടുന്ന രീതിയിലല്ല പടം മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഇതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമെന്ന് വെച്ചാൽ, വൈകാരികമായി കണക്റ്റ് ആവുന്ന രീതിയിൽ ഉള്ളൊരു ഭാഗമെന്ന് വെച്ചാൽ, ജഗദമ്മയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ കൊച്ചിയിൽ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ജഗദമ്മ ഇങ്ങനെ ആയത് എന്ന് കാണിക്കുമ്പോൾ നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന കുറച്ച് സീൻസാണത്. അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ
ഉർവശിയുടെ കൂടെയുള്ള ഉർവശി ക്യാരക്ടറിൻ്റെ കൂടെയുള്ള ജഗദമ്മയുടെ കൂടെയുള്ള ഒരു കൂട്ടം സ്ത്രീകളുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന, കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെയും കൂടെ കഥയാണ് ഈ സിനിമ. അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും അവരുടെ ദൈനംദിന കാര്യങ്ങളാണെങ്കിലും അവരുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും അവർ ജീവിക്കുന്ന രീതികളും അതൊക്കെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ആ ഒരു ഭാഗം, അതായത് ഉർവശിയും ഈ ഒരു കൂട്ടം സ്ത്രീകളും വരുമ്പോൾ അത് രസകരമാണ്. ഓരോ മുഹൂർത്തങ്ങൾ രസകരമായിട്ട് തോന്നി എനിക്ക്. അതുപോലെ തന്നെ അവർക്ക് ഓരോ സെഗ്മെൻറ്റിലും അവർക്ക് പ്രാധാന്യമുണ്ട്. അതിപ്പോൾ ഓരോ സെഗ്മെൻറ്റ് കണ്ടാൽ മനസ്സിലാവും. ഓരോ സമയത്തും ഈ ഒരു കൂട്ടം സ്ത്രീകൾക്ക് എപ്പോഴും പ്രാധാന്യമുണ്ട്. ഉർവശിയും ഉർവശി കൂടെ നടക്കുന്ന സ്ത്രീകൾക്കും സിനിമകളിൽ ഉടനീളം പ്രാധാന്യമുണ്ട്. അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട്, നല്ലപോലെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ആ ഒരു കൂട്ടം സ്ത്രീകളും ഉർവശിയും അവരുടെ ഒരുമിച്ചുള്ള ഒരു കെമറാഡറി വളരെ രസകരമായിട്ട് തോന്നി. എങ്കിലും ഒരു മുഴുനീള ചലച്ചിത്രം എന്ന രീതിയിൽ നോക്കുമ്പോൾ ഡിസപ്പോയിൻറ്റിങ് തന്നെയാണ് ഈ പടം. ഉർവശിയുടെ ചില നല്ല മൊമെൻറ്റ്സ് ഉള്ള പടമാണ്. നേരത്തെ പറഞ്ഞ കണക്ക് ഉർവശിയുടെ കൂടെയുള്ള സ്ത്രീകളുടെ ആ ഒരു സമയത്ത് ആ ഒരു രംഗങ്ങളും ഒക്കെ രസകരമാണ്. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ പടത്തിൽ എന്ന് വേണം പറയാൻ. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ആയിപ്പോയി. 2 stars out of 5. Thanks for watching.